കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ കർഷകർക്ക് തീരാനഷ്ടം. കാരാക്കുളത്തുനാട് പാടശേഖരത്ത് കൃഷിയിറക്കിയ കർഷകർക്കാണ് അപ്രതീക്ഷിതമായി പെയ്ത വേനൽ മഴ കനത്ത നാശം വിതച്ചത്. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരത്തിൽ സൂക്ഷിച്ചിരുന്ന ടൺ കണക്കിന് നെല്ല് മഴവെള്ളത്തിൽ കുതിർന്നുപോയി. ദിവസങ്ങൾക്ക് മുൻപ് കൊയ്തെടുത്ത നെല്ലാണ് മെതി കഴിച്ച് ഇവിടെ സൂക്ഷിച്ചിരുന്നത്. ഇവിടെ കൂട്ടിയിടുന്ന നെല്ലാണ് ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി സംഭരിക്കുന്നത്. പാകമായ നെല്ല് പാടശേഖരത്ത് കൂട്ടിയിട്ട് ടാർപ്പായ ഷീറ്റ് ഉപയോഗിച്ച് മൂടിയിടുകയാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ മഴ നെല്ലെല്ലാം കുതിർത്തി. കനത്ത കാറ്റിൽ ടാർപ്പായ പറന്നു പോവുകയും ചെയ്തു. കണ്ടങ്ങളിൽ മുട്ടോളം വെള്ളം നിറഞ്ഞിരുന്നു. പാടശേഖരത്ത് കൊയ്യാൻ പാകമായിട്ടുള്ള നെല്ല് വെള്ളത്തിലാണ്. 2007 രൂപീകരിച്ച കാക്കുളത്തുനാട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ 65 ഏക്കർ സ്ഥലത്താണ് ഇവിടെ കൃഷി ഇറക്കുന്നത്. കടമെടുത്തും പലിശക്കെടുത്തും കൃഷിയിറക്കിയ കർഷകനാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഈ പാടത്തിന്റെ ഒരു ഭാഗമാണ് കാരക്കുളനാട് പാടത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഇനി ഏക്കറുകളോളം ഇനി അങ്ങോട്ട് കൊയ്യാൻ കിടക്കുകയാണ്. അതിലാണ് ഇവിടെ മോട്ടറൊക്കെ വെച്ച് വറ്റിച്ചിട്ടാണ് നമ്മൾ ഈ പാടം വറ്റിച്ച് ഏതാണ്ട് കൊയ്യാൻ പാകത്തിനാക്കിയത്. ഇപ്പോൾ പെട്ടെന്ന് വന്ന മഴയിൽ കാണുന്നതാണ് ഈ സംഭവം. വിളവ് കൂടിയിട്ടുണ്ട്. ഇനി ഇതിൽ പുല്ല് അതിക്രമിച്ച് കയറും. ഇനി ഇത് കൊയ്യണമെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് വേണം ഈ വെള്ളം ഒന്ന് വറ്റിയിട്ട് കൊയ്യാനായിട്ട്? അപ്പോഴേക്കും ഇത് കൊയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി പോകും. അത് ആണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ദുരിതം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഏക്കറോളം ഇനി കൊയ്യാൻ കിടക്കുകയാണ്. അതും ഈ ചെറുകിട കർഷകരെയാണ്. 50 സെന്റ് 1 ഏക്കർ വരെയുള്ള ചെറുകിട കർഷകരെയാണ്, ഈ സമിതിയിൽപ്പെട്ട കർഷകരെയാണ് ഇതൊക്കെ ഈ പാടശേഖരത്തിൽ ഉള്ളത്. മീഡിയ ടൈം, ചാലക്കുടി.